11:15 നമ്മൾ ഈ ബുള്ളറ്റിൻ തുടങ്ങുന്ന സമയത്ത് 2-0 ഈജിപ്ത് മുന്നിലായിരുന്നെങ്കിൽ ഇപ്പോഴിതാ എല്ലാം മാറിയിരിക്കുന്നു. അറ്റ്ലാന്റയിൽ നാടകീയമായിരുന്നു അവസാന നിമിഷങ്ങളെല്ലാം. 3-2 ഇപ്പോൾ അർജന്റീന മുന്നിലാണ്. ഈ രണ്ടാം പകുതിയുടെ ആദ്യ ടൈം അത് 7 മിനിറ്റാണ്. അത് അവസാനിക്കാൻ ഏതാണ്ട് 1.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുകയാണ്. വിപിൻ, ആഘോഷം തുടങ്ങിയോ ആരാധകർ? അദ്ദേഹത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അമ്പമ്പോ എന്തൊരു മാച്ചാണ്! കാരണം അവസാനത്തെ ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റിലെ കളി ആകെ തന്നെ തിരിഞ്ഞു മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇതാ അർജന്റീനയുടെ ആരാധകർ ആകെ ഇളകി മറിയുന്നു എന്നുള്ളതാണ്. ഇനി ഗോൾ ഉണ്ടാവോ? ഇനി ഗോൾ അടിക്കുവോ? ഇനി അടിച്ചില്ലേ കുഴപ്പമില്ല, ബാക്കി എല്ലാം റണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ട്. വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഒരു ആഘോഷം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. വലിയ പടക്കം പൊട്ടിച്ച് തന്നെയാണ് നമുക്ക് കാണുന്ന പോലെ തന്നെ. ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലേ 3 ഗോൾ അടിച്ചു. കുറെ നാളായി ഞങ്ങൾ കളിച്ച്, പക്ഷെ ഉമാര് ഭയങ്കര ഉറപ്പിക്കില്ല. പടക്കം പൊട്ടിച്ച് അർജന്റീനയുടെ വലിയ ഒരു വിജയത്തെ ഇവിടെ ആഘോഷമാക്കുകയാണ്. കാരണം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ നിൽക്കുന്നു. ഇവിടെ നിരവധി അർജന്റീനൻ ആരാധകരുണ്ടായിരുന്നു, ബ്രസീൽ, പോർച്ചുഗലിന്റെ ഒക്കെ ആരാധകരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പരസ്പരം കളിയാക്കലുകൾ കേട്ടുകൊണ്ട് ഒരു 65-ാം മിനിറ്റ് വരെ പോയി. അതിനുശേഷം അർജന്റീനയുടെ ഇവിടെ തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിന്റെ ആഘോഷം അത് ഇവിടുത്തെ ഓരോ ആളുകളിലും കാണാം. അവർക്കും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലൊക്കെയുള്ള തിമർത്ത് ആഘോഷിക്കുകയാണ് അർജന്റീനയുടെ. എന്താണ് ലോക വിജയികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവരിൽ നിന്ന് ഏത് രീതിയിലുള്ള ഒരു കളിയാണ് പ്രതീക്ഷിക്കുന്നത്? ആ കളി ഉണ്ടായിരിക്കുന്നു. മെസ്സി ഗോൾ അടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം, അതായത് തിരിച്ചുവരവിൽ നിന്നും കംബാക്ക് എന്ന് പറയുമ്പോൾ അതിതാണ് എന്നുള്ളത് ഓരോ ആളുകളും പറയുന്ന നിലയിലേക്ക് മാറുകയാണ്. ഒരു ചെറിയ പാസിന് പോലും ആഘോഷത്തിമർപ്പിലേക്ക് ഇവിടെയും മാറുന്നു. കൊച്ചിയിൽ നിന്നും അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ. സജു, ഇവിടെ ബ്രസീലിന്റെ ഒരു ബോഡി ഇവിടെ കടത്തിയിട്ടുണ്ട്. ഇതാ ബ്രസീൽ പരാജയപ്പെട്ടതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ബോഡിയാണ്. അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരും ഇഞ്ചോടിഞ്ച് മത്സരവും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ ലോകകപ്പിൽ അർജന്റീനയുടെ ക്വാർട്ടർ പ്രവേശം അത് ആഘോഷപൂർവ്വം സജീവമായി തന്നെ ഇതാ ഈ അവസാന നിമിഷത്തിൽ തിമർക്കുകയാണ് ആരാധകർ. പോർച്ചുഗൽ ആരാധകരുടെയും കളിയാക്കലും തമാശ പറയലുമെല്ലാം കേട്ട ആ നിരാശയിൽ നിന്നാണ് ഇത്ര വൈകാരികമായ ഒരു പ്രതികരണത്തിലേക്ക്, ആഘോഷത്തിലേക്ക് അർജന്റീന ആരാധകർ വരുന്നത്, അവർ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഘോഷത്തിന് കുറച്ചുകൂടി വൈകാരിക തലം വരുന്നതും. അതുകൊണ്ടാണ് വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മേഘന മുരളി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മേഘന, അവിടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞോ? തീർച്ചയായും ദിൽന, അർജന്റീനൻ ആരാധകർ കുറച്ചുനേരം നിശബ്ദമായിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ ആഘോഷം, അവർക്കിന്ന് സുഖമായി ഉറങ്ങാമെന്നുള്ളതാണ് ഓരോ അർജന്റീനൻ ആരാധകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രാ സമയവും കഴിയാനുള്ള ആ ഒരു നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് നിലവിൽ അർജന്റീനൻ ആരാധകർക്കുള്ളത്. മെസ്സിയിലൂടെ തന്നെ അവർ തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ 3 ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു സമാശ്വാസമാണ്, ഒരു ആശ്വാസമാണ് ഇപ്പോൾ അർജന്റീനൻ ആരാധകർക്ക് ഇവിടെ ഉള്ളത്. എല്ലാവരും ഇപ്പോഴും ശ്വാസം അടക്കിപ്പിടിച്ച് തന്നെയാണ് ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് നിമിഷവും ഈ കളിയുടെ ഗതി മാറാമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ കളി ആസ്വദിക്കുകയാണ്, അവസാന നിമിഷം ആസ്വദിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ എന്നുള്ളതാണ്. ഈ അവസാനം ഈ 3 ഗോളൊക്കെ അടിക്കുമ്പോൾ ഇവിടെ ആഘോഷത്തിമുറുപ്പായിരുന്നു. കാരണം ഈ വാട്ടർ ഹില്ലിൽ ഒരുപാട് ആരാധകർ, അർജന്റീനൻ, ഈജിപ്ഷ്യൻ ആരാധകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അർജന്റീന ആദ്യം തോറ്റു, അല്ലെങ്കിൽ ഈ നെയ്മറിന്റെയും റൊണാൾഡോയുടെയും ഒക്കെ പിന്നാലെ മെസ്സിയും തോറ്റു പുറത്താകുന്നു എന്നുള്ളൊരു സങ്കടമൊക്കെ ഇവിടെ നിന്ന് ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മറിച്ച് ആ ക്വാർട്ടറിലേക്ക് അവരുടെ പ്രിയപ്പെട്ട ടീം, ലോക ചാമ്പ്യന്മാർ തിരിച്ചു വരുന്നു എന്നുള്ള വലിയ ആശ്വാസം തന്നെയാണ് ഇവിടെ അർജന്റീന ആരാധകർക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അർജന്റീനൻ പതാകകളും ഒക്കെ ആയിട്ട് കുട്ടികളടക്കമുള്ള പ്രായഭേദമന്യുള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. നിരവധി ആളുകൾ ഇവിടെ നിന്ന് നൃത്തമൊക്കെ വയ്ക്കുന്ന ഒരുപാട് കുട്ടികളെ കാണാം. സന്തോഷം, ഭയങ്കര സന്തോഷം. സന്തോഷം മാത്രം.
ഒന്ന് പറയാം പോർച്ചുഗൽ രണ്ടടിച്ച മൂന്നെണ്ണം നമ്മൾ തിരിച്ചടിച്ച് മാറ്റി ജയിക്കാൻ കഴിയണോ പോന്നിട്ടുണ്ടെങ്കിൽ കപ്പ് കൂടെ നമ്മൾ പോകത്തുള്ളൂ. അങ്ങനെയാണ് ദിൽന ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആവേശവും ആഘോഷവും ഒക്കെയാണ്. കാരണം അവരുടെ ടീം ലോക ചാമ്പ്യന്മാർ അർജന്റീന ഇതാ തിരിച്ചു വന്നു, അവർ ജയിച്ചു എന്നുള്ള വലിയ തരത്തിലുള്ള ആഘോഷം തന്നെയാണ്. ഒരു ആഘോഷക്കടലായി തിരുവനന്തപുരം ജില്ലയുടെ മാർക്കറ്റ് ഹിൽ മാറിയിട്ടുണ്ട് എന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.